ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എന്താണ് തിരുവചന അധിഷ്ഠിത പ്രവചനം? ആരാണ് കള്ളപ്രവാചകൻ എന്ന തിരുവചന പഠന പരമ്പരയുടെ 6-ാമത് അധ്യായത്തിലേക്ക് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് കടക്കുകയാണ്. കള്ളപ്രവാചകന്മാർ പ്രവചിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മളിന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. വ്യാജ പ്രവാചകന്മാർ ഏതൊക്കെ മാർഗങ്ങൾ വഴിയാണ് പ്രവചിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും നമുക്ക് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കും. ഈ കള്ളപ്രവാചകന്മാർ എങ്ങനെയൊക്കെയാണ് പ്രവചിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവരുടെ ആ ടൂൾസൊക്കെ ഒന്ന് പിടികിട്ടിയാൽ തന്നെ, ആയുധങ്ങൾ പിടികിട്ടിയാൽ തന്നെ കുറച്ചൊക്കെ നമുക്ക് ഇവരെ തിരിച്ചറിയുവാനും ഒഴിഞ്ഞു മാറുവാനും സാധിക്കും. നിങ്ങൾ കേട്ടില്ലേ, ഈ പേരും വീട്ടുപേരും ഒക്കെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ് ഷോ കാണിക്കുന്ന പ്രവാചകന്മാർ? ടി വിക്കകത്താ കൂടുതൽ, എന്നാലും അവരുടെ കേന്ദ്രങ്ങളിൽ അവർ ലൈവായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. പലപ്പോഴും അന്തിച്ചു പോയിട്ടുണ്ടായിരിക്കും ഇതെങ്ങനെയാണ് സാധിക്കുന്നത്. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് വിവിധ ചാനൽ വഴി അവരുടെയൊക്കെ വീഡിയോകളും പ്രസംഗങ്ങളൊക്കെ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. സാധാരണയായി അവർ എഴുതി കാണിക്കുന്ന, നമ്മളിപ്പോൾ സാധാരണ അവരുടെ പ്രസംഗം കേട്ടാലേ ആദ്യം നമ്മൾ ആവശ്യക്കാരനായിരിക്കും. അവരെഴുതി കാണിക്കുന്ന ആ നമ്പറിലേക്ക്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കാൻ വേണ്ടി പറയുന്ന നമ്പറിലേക്ക് നമ്മൾ ആദ്യം വിളിക്കും. നമ്മുടെ ആദ്യത്തെ കോളിൽ തന്നെ മിക്കവാറും അവരുടെ ചൂണ്ടക്കുളത്തിൽ നമ്മൾ വീണ് കഴിയും എന്ന് പറഞ്ഞാൽ, അവരുടെ മാർക്കറ്റിംഗ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നമ്മൾ വിളിക്കുമ്പോൾ എടുക്കുന്നു. നമ്മൾ ആദ്യത്തെ വിളി തന്നെ നമ്മുടെ സകല ഡീറ്റെയിൽസ് അവിടെ കിട്ടും. നമ്മൾ ചൂണ്ടക്കുളത്തിൽ വീണു എന്ന് തന്നെ പറയാം. ആദ്യ സംഭാഷണത്തിൽ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, മക്കൾ, അവരുടെ വിവരങ്ങൾ എല്ലാം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ നിന്നും ചോർത്തിയെടുക്കും. പിന്നീട് ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പിന്തുടരുന്നത് പോലെ അവർ നിങ്ങളെ പിന്തുടർന്ന് ഒടുവിൽ അവരുടെ ആ മീറ്റിങ്ങിൽ നിങ്ങളെ എത്തിക്കും. ഏത് സമയത്ത് വരും, എന്ന് വരുമെന്ന് വരെ കൃത്യമായി അവർ മുന്നമേ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ ഏത് സമയത്താണ് നിങ്ങൾ വരുന്നതെന്നും എപ്പോഴാണ് വരുന്നതെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പേരും വീട്ടുപേരും കുടുംബ പശ്ചാത്തലവും നിങ്ങളുടെ പ്രശ്നങ്ങളും പരസ്യമായിട്ട് പറയുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ലെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനേ ഉള്ളൂ. ഇങ്ങനെയാണ് മിക്കവാറും അവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊക്കെ സാധാരണ പ്രൈവറ്റ് വണ്ടികൾക്കാണ് പോകാറുള്ളത്. ചില തേർഡ് പാർട്ടി ആപ്പുകളുടെയൊക്കെ സഹായത്താൽ ഈ പേരും വീട്ടുപേരും ഒക്കെ എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇത് ഒത്താലൊക്കണമെന്നല്ലേ ഉള്ളൂ. ചിലപ്പോൾ 1%, 2% എല്ലാം പാളിപ്പോയാലും കുഴപ്പമില്ല. ചില തേർഡ് പാർട്ടി ആപ്പുകളുടെ സഹായത്താലും നമ്മൾ വീട്ടുപേരും പേരും ഒക്കെ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതും അവർക്ക് ടൂളാണ്. ഇനി നമ്മൾ അങ്ങനെയാണ് ഈ പേരും വീട്ടുപേരൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ് പ്രവചിക്കുന്നത്. ഒന്ന്, നിങ്ങൾ വഴി തന്നെ നിങ്ങളും ചോർത്തിയെടുക്കും. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചും കുറേയൊക്കെ ചോർത്തിയെടുക്കും. അതൊക്കെ ഓരോ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ കഴിവാണ്. അവരുടെ കഴിവിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ അവർ ദൈവരാജ്യത്തോട് ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ഭവനത്തിൽ ഒരു പ്രവാചകനെ വിളിച്ചു വരുത്തുന്നു എന്നിരിക്കട്ടെ. ഇപ്പം നമ്മുടെ മിക്കവാറും ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചർച്ചിൽ വന്ന പ്രവാചകന്മാരായിരിക്കും നമ്മൾ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അതിന് കാരണം വെച്ചാൽ ചർച്ചിൽ പറയാൻ പറ്റാത്തവരെ നമ്മോട് പറയാനുണ്ടോയെന്ന് അറിയാൻ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഭവനത്തിലേക്ക് ഒരു പ്രവാചകനെ വിളിച്ചു വരുത്തുന്നു എന്നിരിക്കട്ടെ. ആ ഭവനത്തിൽ വിവാഹത്തോടടുക്കുന്ന ഒരു യുവതിയോ യുവാവോ ഉണ്ടെങ്കിൽ, കല്യാണപ്രായമായ ഒരു യുവതിയോ ഉണ്ടെങ്കിൽ അവരോട് നിഷ്പ്രയാസം പറയാൻ സാധിക്കും, അടുത്ത 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന്. പയറ്റിത്തെളിഞ്ഞ പ്രവാചകനാണ് പറയുന്നതെങ്കിൽ നടക്കാനുള്ള സാധ്യത 70-80% വരെയുണ്ട്. ഇതെങ്ങനെ നടക്കുന്നല്ലേ? ഈ പ്രവചനം നമ്മൾ കേൾക്കുന്ന സമയം മുതൽ മക്കളുടെ ഭാവിയെപ്പറ്റിയോ വിവാഹത്തെപ്പറ്റിയോ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഇതൊരു പ്രേരണയായി മാറും. ഈ പ്രവചനം കാരണം നിങ്ങൾ പത്രത്തിൽ പരസ്യം നൽകും. ഒത്തിരി പേരുടെ മക്കളുടെ വിവാഹകാര്യത്തെപ്പറ്റി പറയും. പത്രത്തിൽ പരസ്യം നൽകുകയും നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം ജനിക്കുകയും 4 പേരുടെ വിവാഹത്തെപ്പറ്റി പറയുകയും ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് ഇത് നടക്കാനുള്ള സാധ്യത ഒത്തിരി കൂടും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത 1 വർഷത്തിനുള്ളിൽ മിക്കവാറും ഈ പ്രവചനം 70% സാധ്യതയാണ് ഞാൻ പറയുന്നത്, ഈ വിവാഹം നടക്കുവാൻ വേണ്ടി കാണും. ഇനി വിവാഹം നടന്നില്ലെങ്കിൽ, യാദൃശ്യമായിട്ട് ഈ പറഞ്ഞ കാലയളവ് നടന്നില്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവാണെന്ന് പറഞ്ഞ് പ്രവാചകൻ അടുത്തെത്താൻ അറിയാം. ഇപ്പം എനിക്കറിയാവുന്നൊരു വീട്ടിലിങ്ങനെ ഗുമ്മിന് വേണ്ടി അല്ലെങ്കിൽ തട്ടിക്കൂട്ടി പ്രവചനം നടത്തി കല്യാണം അങ്ങ് നടന്നു. കല്യാണം നടന്നതിന് പിറ്റേ ദിവസം ഇനി മനസ്സ് മാറിയില്ലെന്നോർത്ത് കിട്ടിയ മിച്ചം വന്ന പൈസ മുഴുവൻ അടിച്ചുകൊണ്ട് പോയ
പെരുങ്കള്ളന്മാരെ എനിക്ക് നേരിട്ടറിയാം. അവരെയൊക്കെ പെരുങ്കള്ളന്മാരെന്ന് വിളിക്കാതിരിക്കും പറ്റത്തില്ല. ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ കഞ്ഞി പാറ്റയിടാൻ ആഗ്രഹം, അവർ ജീവിച്ചു പോകണമെന്ന് അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമല്ല. അവരെയൊക്കെ ദൈവം പിടിക്കട്ടെ. എനിക്ക് പേര് പരസ്യമായിട്ട് ആരെയും ആക്ഷേപിക്കുന്ന ഒരു രീതി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അവരൊന്നും പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല. ദൈവം അവരെ പിടിക്കട്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഈ വിവാഹം നടന്നാലും നമ്മളെന്നാ ചെയ്യും? പ്രവാചകൻ ദൈവത്തെ പോലെ കരുതും. പ്രവാചകനെ പറ്റി നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്തോളും. നമ്മൾ നല്ല കൈമടക്ക് കൊടുക്കും. നമ്മൾ ഈ പ്രവാചകനെ പറ്റി 4 പേരോട് പറയും. അങ്ങനെ പിന്നെയും പ്രവാചകൻ ആൾക്കാർ വിളിച്ചുകൊണ്ടേയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ 10 പ്രവചനം പറഞ്ഞാൽ 5 നിറവേറിയാൽ മതി. ഒരു കണക്കനുസരിച്ച് 10 പ്രവചനം പറഞ്ഞാൽ 5 നിറവേറിയാൽ മതി. പ്രവാചകന് പെരുത്ത ലാഭം. പിന്നെ അത് നിറവേറുന്ന എണ്ണം കൂടിക്കൊണ്ടിരുന്നോളൂ. അത് വിദഗ്ധമായിട്ട് കാലം ചെല്ലുന്നതും ഈ കഴിവ് കൂടിക്കൊണ്ടിരിക്കുമല്ലോ. ഇങ്ങനെ പൊട്ടക്കണ്ണൻ്റെ മാവേലിയർ പോലെ പ്രവചനം പറഞ്ഞിട്ട് വിവാഹം നടന്ന വീട്ടിൽ നിന്നും ഇങ്ങനെ പണമൊക്കെ അടിച്ചിട്ട് പോയാൽ നമുക്കറിയാം. ഭവന നിർമ്മാണം, പുതിയ വാഹനം വാങ്ങൽ, പുതിയ ജോലി ലഭിക്കൽ എന്നിവയായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രവചനങ്ങളും ഏതാണ്ട് ഇതേ രീതിയിൽ പറയാൻ സാധിക്കും. ഒരു പുതിയ ഭവനം വാങ്ങണം, അതിനെപ്പറ്റി പ്രേരണ കൊടുത്തുവച്ചാൽ മതി. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കണം, അതിനൊരു പ്രേരണ കൊടുത്തുവച്ചാൽ മതി. ചിലപ്പോൾ പുതിയ ജോലി കിട്ടും. ഗൾഫിലേക്കോ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രീസിലേക്കോ പോകാൻ ആഗ്രഹം തോന്നാത്തൊരു വ്യക്തിക്ക് മറ്റൊരു സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ യൂറോപ്പിലേക്ക് പോകുന്നതായി ഞാൻ കാണുന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളായി ശ്രമം നടത്തും. ചിലപ്പോൾ നടന്നൊന്നിരിക്കും. പ്രവചനം പെരുത്ത കോളായില്ലേ. അങ്ങനെ യൂറോപ്പിലേക്ക് പോയിട്ട് പിന്നെ ലക്ഷങ്ങൾ എല്ലാ മാസവും അയച്ചു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ പോട്ടെ, അവരും ജീവിച്ചു പോട്ടെന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെയൊക്കെ വിവേകപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഏതായാലും നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഈ പ്രവചനം പറഞ്ഞിട്ടേ കാശ് എണ്ണി മേടിക്കുന്ന ഏതെങ്കിലും പ്രവാചകനെ, അല്ല ഇങ്ങനൊരു എനിക്കൊരു വരം കിട്ടി, പല ദൈവദാസന്മാർക്കും എൻ്റെ അറിവിലുള്ള എത്രയോ പേർക്ക് ആഗ്രഹമാണ് ഈ പ്രവചനമാരെ ഒന്ന് കിട്ടിയാക്കൊള്ളാമെന്ന്. ഭയങ്കര ഡിമാൻഡല്ലേ. കൈ ഇഷ്ടംപോലെ കാശ് കിട്ടുന്ന ഒരു പരിപാടിയാണിതേ. അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു പ്രവചനം എന്നറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എനിക്കറിയാം ഈ പല ചർച്ചകളിൽ ഈ പ്രവാചകന്മാർ ഒരു കൂട്ടർ രഹസ്യമായിട്ടൊക്കെ ആയിരുന്നു. ചിലയിടത്തൊക്കെ ചെന്നാൽ ഇപ്പം ചർച്ചിൽ രൂപസഭാക്ക് പ്രവാചകനെ വിളിച്ചു, തലയെ കൈവച്ച് പറഞ്ഞുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ പ്രവാചകനെ എന്നായിരിക്കും വീഡിയോയിൽ വിളിച്ചുകൊണ്ട് പോകും. സത്യമായ ദൈവത്തിനൊന്നും യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ പോലും ദൈവത്തിനൊന്നും പറയാൻ കാണത്തില്ല. പക്ഷേ എന്നിട്ടും പ്രവാചകൻ പറഞ്ഞത് ചൂടെ കൂടുതൽ കേൾക്കാണ്ട് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകും. ചുരുക്കം പറഞ്ഞാൽ ദൈവം ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും പ്രവാചകനെ കൊണ്ട് കള്ളം പറയിപ്പിക്കും. ഞാൻ പറയാൻ മനസ്സിലായോ? ഇവർ പ്രിയമുള്ളവർ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന് നിങ്ങളെല്ലാം പറയാനുണ്ടെങ്കിൽ അത് ദൈവം അതിനുവേണ്ടി ആളെ അയച്ചോളൂ. നിങ്ങൾ ആരും തപ്പി പോകണ്ട. തിരുവനന്തപുരത്ത് മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. സൈന്യങ്ങളിൽ ഈ പ്രവചനം പറഞ്ഞിട്ട് കാശ് മേടിക്കുന്ന ആ ഒരു സെറ്റപ്പ്, ഇതൊക്കെ ദൈവവചന വിരുദ്ധമാണ്. ഇതൊന്നും ബൈബിളില്ലാത്ത കാര്യമാണ്. നമുക്ക് ദൈവവചനം തന്നെ നോക്കാം. തിരുവനന്തപുരത്ത് മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനം അത്രേ അവർ പ്രവചിക്കുന്നത്. കർത്താവ് യഹോവ പറയുകയാണ്. യിരെമ്യാപ്രവചനം 23-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളുടെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനം അത്രേ അവർ പ്രവചിക്കുന്നത്. ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് വിവരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്വന്തം ഹൃദയത്തിലെ നിരൂപണങ്ങൾ പ്രവചനം എന്നതിൽ തട്ടിവിടുന്ന ഒത്തിരി പേര് നമുക്കിടയിലും ഉണ്ട്. ലോകമനുഷ്യൻ ഭാവി അറിയാൻ വേണ്ടി ജ്യോത്സ്യൻ്റെ അടുക്ക പോവും, കൈനോട്ടക്കാരൻ്റെ അടുക്ക പോവും, പക്ഷിശാസ്ത്രക്കാരുടെ അടുക്ക പോവും. നമ്മുടെ സഹോദരങ്ങൾ പ്രവാചകൻ്റെ അടുക്ക പോകുന്നു. ഇവരിലെല്ലാം പൊതുവായി വ്യാപരിക്കുന്ന ആത്മാവും കിട്ടുന്ന ഫലവും ഒന്നു തന്നെ. ഒരു കാര്യം ഞാൻ പറയാം, കണ്ട പ്രവാചകന്മാരെല്ലാം എടുക്കെല്ലാം പോകുന്നവർ പക്ഷിശാസ്ത്രക്കാരുടെ അടുക്ക പോയാൽ നിനക്ക് കിട്ടുന്ന എന്നതും നീ കണ്ട പ്രവാചകന്മാരെല്ലാം വീട്ടിൽ പോയാൽ വിരുത്തി വരുത്തിയാൽ കിട്ടുന്നതും ചിലപ്പോൾ ഫലമല്ല ഒന്ന് തന്നെയായിരിക്കും. ഗുണത്തിന് പകരം ദോഷം നമ്മുടെ വീട്ടിൽ വലിഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിവേചിച്ച് വേണം ദൈവമക്കൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാൻ. പ്രവാചകന്മാർ ഒരു കൂട്ടർ ശത്രുവായ പിശാചിൻ്റെ അഭിഷേകത്താലാണ് പ്രവചിക്കുന്നത് എങ്കിലും പലർക്കും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പിശാചിന് പോലും സഹായം ആവശ്യം ഇല്ല. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് ഗണിച്ചെടുക്കുന്നതോ മക്കളെ ഏത് രാജ്യത്ത് വിടുമെന്ന് പറയുന്നതോ ഒന്നുമല്ല പുതിയ പ്രവാചകൻ്റെ ജോലി. ഒരു വിശ്വാസിയെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ കൂടി നയിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുകയാണ് ഒരു യഥാർത്ഥ പ്രവാചകൻ്റെ ഉത്തരവാദിത്വം. ഞാൻ സ്റ്റേജിന് ഒന്നുകൂടെ പറയാം.
ഒരു വിശ്വാസിയെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ കൂടി നയിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക, നിത്യവയ്ക്കു വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് പ്രവാചകൻ്റെ ഉത്തരവാദിത്വം. രാഷ്ട്രീയ നേതാക്കളെക്കാളും തൊലിക്കട്ടിയുള്ളവരാണ് ഇന്നത്തെ പല പ്രവാചകന്മാരും. ഇന്ന് പറഞ്ഞ ഒരു കാര്യം 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞെന്ന് പറയാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. എങ്ങനെ വീണാലും 4 കാലം നിൽക്കുന്ന പ്രവാചകന്മാരുണ്ട്. ഇത് പറഞ്ഞു വരുമ്പം ഞാനൊരു കാര്യം ഓർത്തു വരികയായിരുന്നു. ഞാൻ പരമ്പരയ്ക്കകത്തും ഇത് എഴുതിയിട്ടുണ്ട്. എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിലുള്ള കാര്യമാണ്. മണ്ണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാതാവ്. ഞാൻ അതിനൊക്കെ രംഗത്തിനൊക്കെ ഒരു മൂകസാക്ഷി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലാത്തൊരു കാര്യം പറയുമല്ല. അപ്പം സ്ഥലത്തെ അല്പം ഒരു എല്ല് കൂടുതലുള്ള ഒരു പ്രവാചകി. ആ പ്രവാചകി പ്രകാരം പറഞ്ഞു, ഈ മാതാവ് ഒരു 2 ദിവസത്തിനുള്ളിൽ ചാടി എണീറ്റ് ഉമ്മർത്ത് കാല് നീട്ടിയിരിക്കുന്നതായി ഞാൻ കാണുന്നു. ആ പ്രവാചകി തട്ടിവിട്ടു. ഈ മരണത്തോട് മല്ലിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പോലും ഇറക്കാൻ കിടക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവനെ പ്രവാചകി തട്ടിവിട്ടു. ഉമ്മർത്ത് കാല് നീട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റിരിക്കുന്നതായിട്ട് 2 ദിവസം കഴിയുമ്പോഴേ. ഇത് ഞാനത് പറഞ്ഞു വരാൻ കാരണം, പക്ഷെ പ്രവചനം അങ്ങ് പാളിപ്പോയി. പ്രവാചകി ഇത് പറഞ്ഞ 2-ാം ദിവസം മാതാവ് ചാടി എണീക്കുകയല്ല ചെയ്തത്, മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അത് സ്വാഭാവികമാണ്. പ്രവചനം തെറ്റിപ്പോയി. പക്ഷേ അതിനേക്കാളും അല്പം കൂടി വേദനാജനകമായൊരു കാര്യം പിന്നീടുണ്ടായി. തൊട്ടടുത്ത ദിവസമാണ് മറ്റൊരു പ്രധാന ട്വിസ്റ്റ് ഉണ്ടായത്. ഇതേ പ്രവാചകി ഈ പ്രിയ മാതാവിൻ്റെ ശവസംസ്കാര വേളയിൽ മൈക്കിൽ കൂടെ യാതൊരു ഉളുപ്പും കൂടാതെ വിളിച്ചു പറഞ്ഞു, കർത്താവ് എനിക്ക് 6 മാസം മുമ്പ് ഈ മാതാവ് മരിക്കുമെന്ന് ദർശനത്തിൽ കാണിച്ചു തന്നത്രേ. ഏതായാലും തിരുവായിക്ക് എതിർവായി ഇല്ലാത്തതിനാൽ പ്രസ്തുത പ്രവാചകയ്ക്ക് ഇന്നും നല്ല ഡിമാൻഡാണ്. പണ്ട് ആരാണ്ട് പറഞ്ഞതുപോലെ ഇനി അത് പ്രവാചകി ഇരിക്കുന്ന ചർച്ചിലെ പാസ്റ്റർ തന്നെ ഒരിക്കൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇക്കാര്യം സംസാരിച്ചു പോകാൻ ബ്രദറെ, ഇനിയിപ്പം യാദൃശ്യമായിട്ട് ഇനിയിപ്പം ഈ പ്രവാചകി ശപിച്ച് ഭസ്മമാക്കി പോയെങ്കിലോ, ഇനിയിപ്പം നമ്മുടെ ഈ പ്രവാചകിക്കെതിരെ പറഞ്ഞു പോയെങ്കിലേ പ്രവാചകി ഇനി ശപിച്ച് ഭസ്മമാക്കി കളഞ്ഞാലും എന്നോർത്തായിരിക്കും ആരും ഒന്നും മിണ്ടാതെന്ന്. ഏതായാലും ഇങ്ങനെയുള്ള വിവരം കേട്ട ജനങ്ങളെന്നൊക്കെ പറയാൻ എനിക്ക് സങ്കടമുണ്ട്. ദൈവത്തിന് പരിജ്ഞാനമില്ലാത്ത ജനങ്ങളുള്ളതുകൊണ്ടാണ് ഇത്രയും പ്രവാചകന്മാരും പ്രവാചകിമാരും ഒക്കെ കഞ്ഞി കുടിച്ചു പോകുന്നത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, 2019 ലോക്സഭാ ഇലക്ഷൻ്റെ അത് ബന്ധപ്പെട്ട യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യം വായിച്ചിട്ട് നമ്മുടെ സ്റ്റാർ പ്രസംഗം അത്യാവശ്യം ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന, സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിപ്പിക്കുന്ന വലിയൊരു ഹൈറ്റും വെയിറ്റും ഒക്കെയുള്ള ഒരു പ്രവാചകൻ എന്ന് പറയാൻ പാടില്ല, പുള്ളി പ്രസംഗകനാണ്. പുള്ളിയാണ് യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യം എടുത്ത് വായിച്ചിട്ട് പറഞ്ഞു, 2019 ഈ യെശയ്യാ പ്രവചനത്തിൽ എഴുതിയേക്കുന്ന വാക്യം 2019 ഭരണമാറ്റം ഉണ്ടോ, മോഡി സർക്കാർ മാറി മറ്റു സർക്കാർ വരുമെന്ന ആണ് ആ വാക്യത്തിൻ്റെ അർത്ഥമെന്ന് വ്യാഖ്യാനിച്ച് വലിയ പ്രസംഗമൊക്കെ നടത്തി. 2019 ഒരു ഭരണമാറ്റം ഉണ്ടായില്ല. ഇന്നും ആ പ്രവാചകൻ നല്ല ഡിമാൻഡാണ്. പുള്ളി ഇന്നും ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളി ഒത്തിരി പിള്ളേരെ പഠിപ്പിക്കുന്നു. വലിയ വലിയ കൺവെൻഷനെല്ലാം പുള്ളിയെ വിളിക്കുന്നു. അപ്പം ഇവർക്കൊന്നും തെറ്റിപ്പോയാലും തെറ്റ് പറ്റിയെന്നൊന്ന് വിളിച്ചു പറയുക, ഒരു ക്ഷമാപണം നടത്തുക, ഒന്ന് ഏറ്റു പറയുക, ഒന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇവർക്കൊന്നും പലർക്കും ദൈവഭയം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. തിരുവഴുത്ത് ശ്രദ്ധിക്കുക. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം 31-ാം വാക്യം, പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് കയ്യായി നിന്ന് അധികാരം നടത്തുന്നു, എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാകുന്നു, എന്നാൽ ഒടുക്ക നിങ്ങൾ എന്തു ചെയ്യും? യിരെമ്യാവ് 5:31. അപ്പോൾ പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരോട് കയ്യായി നിന്ന് അധികാരം നടത്തുന്നു, എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ജനത്തിന് ഇഷ്ടമായതുകൊണ്ടാണ് ഈ ദുരുപദേശകന്മാർക്കും കള്ളപ്രവാചകന്മാർക്കും നമുക്കിടയിൽ നല്ല ഡിമാൻഡുള്ളത്. ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കുകയാണ് പലപ്പോഴും ദുരുപദേശകരും കള്ളപ്രവാചകന്മാരും ചെയ്യുന്നത്. അപ്പം ജനം ബൈബിൾ വായിച്ചാൽ നമ്മുടെ പല കള്ളപ്രവാചകന്മാരും കണ്ടം വഴി ഓടും. അതിൽ കൂടുതൽ എനിക്കൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയെ വളരെ മോശമായി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാചകന്മാരുടെ നീണ്ട നിര നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവജനം കൂടുതൽ ജാഗ്രത പുലർത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ സഭ നശിക്കും, വീട് നശിക്കും, കുടുംബം നശിക്കും. അതുകൊണ്ട് നമ്മളെ നിത്യതയോട് അടുപ്പിക്കുവാൻ വേണ്ടി ഉതകുന്ന, നമ്മളെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുന്ന പ്രവാചകന്മാർ നമുക്ക് എഴുന്നേൽക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.